ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലെ നെക്സ്റ്റ് പെർഫോമൻസ് ആരുടെയാണെന്ന് നമുക്ക് നോക്കാം. റെട്രോ സ്റ്റൈൽ റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം അലീന സ്റ്റാൻലി. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ അലീന. അലീന കുട്ടി, ഇന്ന് ഭയങ്കര ഗ്ലിറ്ററിംഗ് ആണല്ലോ കോസ്റ്റ്യൂം. അലീന കുട്ടി, ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഞാൻ ടിക് ടിക് എന്ന മൂവിയിലെ ഇതൊരു നിലാക്കാലം. ഓക്കെ അലീന, കഴിഞ്ഞ പെർഫോമൻസുകളിലും നല്ലായിരുന്നു, നല്ല മാർക്കും സ്കോർ ചെയ്തു. അപ്പം അതുപോലെ തന്നെ ഇതും ആവട്ടെ. നന്നായിട്ട് പാടില്ലേ? ഓൾ ദ ബെസ്റ്റ് അലീന. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്. ഇത് ഒരു നിലാകാലം, ഇരവുകൾ കണക്കാണും. ഇത് ഒരു നിലാകാലം, ഇരവുകൾ കണക്കാണും. ആടിക്കൂട ഭാരമാകും പാരിജാതം, ഈരമാകും ഇളമയ വസന്തവാനം. പറവയ ഇത് ഒരു നിലാകാലം, ഇരവുകൾ കണക്കാണും. പാവി കണ്ടാലേ നിലവ് നിലയാടോ, അഴകി പാർത്താലേ ഹോരവിനിമിരാടോ. പാവി കണ്ടാലേ നിലവ് നിലയാടോ, അഴകി പാർത്താലേ ഹോരവിനിമിരാടോ. വന്ന് വന്ന് തുളയ്ക്കാതെ പോവും നീയേ, ഓ യാര് വന്ന് നടക്കാതെ സാലി നീയേ. ഓ ഉള്ളം കയ്യിൽ സ്വർഗം വന്ന് ഉറങ്ങ് കണ്ടാലേ. ഇത് ഒരു നിലാകാലം, ഇരവുകൾ കണക്കാണും.
ഇതുപൊരു നിലാക്കാലം ഇരവുകൾ കാണാം ആടൈക്കൂട് ഭാരമാകും പാരിജാതം ഈരമാകും ഇളമയ വസന്തവാനം പറവയ വരുകവേ ഇതുപൊരു നിലാക്കാലം ഇരവുകൾ കാണാം അലീന, നല്ല പെർഫോമൻസ് ആയിരുന്നു അലീന. അധികം ആരും പാടി കേൾക്കാത്ത ഒരു പാട്ടായിരുന്നു അല്ലേ? നമ്മുടെ ബിൻഹയ്ക്കും നമ്മുടെ കണ്ടസ്റ്റന്റ് ആയ ബിൻഹയ്ക്കും അനൂപേട്ടനും സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയണം അലീന കുട്ടി. ബിക്കോസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അല്ലേ അവര്? ഓക്കെ, താങ്ക്സ് പറഞ്ഞോളൂ. അപ്പം നമുക്കിനി കമന്റ്സ് അറിയാം. ഐ സ്റ്റാർട്ട് വിത്ത് അനൂപേട്ടൻ. അലീന കുട്ടി, ടിക് 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 എന്ന സിനിമയിലെ പാട്ടാണ്. ഈ സിനിമയിലെല്ലാം 3 അക്കങ്ങളുമായിട്ട് കുറച്ച് കോയിൻസിഡൻസ് ഉള്ള ഒരു സിനിമയാണ്. 3 നായികമാരാണ് സിനിമയിൽ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക് ചെയ്യുന്നത് കൊറിയോഗ്രാഫേഴ്സ് ആണ്. അവർ അസലായിട്ട് ചെയ്തു. ബിക്കോസ് 3 ലേഡീസ് ആണ് സിനിമയിലും. ആക്ച്വലി വളരെ ഇന്റലിജന്റ് ആയിട്ട് അവർ കൊറിയോഗ്രഫി പ്ലേസ് ചെയ്തു. സിനിമയിൽ നായികമാർ മാധവി, സപ്ന, രാധ. കമലഹാസനാണ് നായകൻ. ദിസ് മൂവി വാസ് എ മൂവി ഹെഡ് ഓഫ് ടൈംസ്. അക്കാലത്തെ ചിന്തകളെയും മറികടന്ന് ചെയ്തൊരു സിനിമയാണ്. കമലഹാസൻ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറായിട്ട് വരുന്ന സിനിമയാണ്. ഈ പാട്ട് is one of again the best compositions of Raja sir. ഈ ഒരു സ്റ്റൈലിലുള്ള പാട്ടുകളിൽ അദ്ദേഹത്തിന്റെ നല്ല സൃഷ്ടികളിലൊന്ന് ജാനകിയമ്മയാണ് പാടിയിരിക്കുന്നത്. മോള് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ പാട്ട് പാടി. ഐ എം സോ ഹാപ്പി വിത്ത് യുവർ സിംഗിങ്. ഇതിലിപ്പോ മോളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പാടിയ ആ മെയിൽ പോർഷൻ പാടിയിട്ടുള്ളത് ഇളയരാജ സാറിന്റെ ഗുരുവായ TV ഗോപാലകൃഷ്ണൻ സാറാണ്. താനം ഇത് പോർഷൻ പാടിയിട്ടുള്ളത്. ആൻഡ് ഹാർമണി സപ്പോർട്ട് ചെയ്ത ബിൻഹയ്ക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ബിൻഹയാണ് നമ്മുടെ ICL വേൾഡ് ജൂനിയർ ഐഡലിലെ ദ ലീഡ് ഹാർമണി സിംഗറായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. വെരി ഗുഡ് വർക്ക് ബിൻഹ. മോളുടെ സിംഗിങ് മോള് മാക്സിമം ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബിക്കോസ് ജാനകിയമ്മ ഒരു ഇത്തിരി വെസ്റ്റേൺ സ്റ്റൈലിൽ പാടിയ പാട്ടാണ്. എനിക്ക് ഓപ്പണിംഗ് ഹമ്മിങ് മോള് ഓർക്കസ്ട്രയുടെ കൂടെ പാടില്ലേ, അത് കുറച്ചുകൂടി ഒരു വെസ്റ്റേണൈസ്ഡ് ആവാന്ന് തോന്നിയിരുന്നു. ബിക്കോസ് മോള് ജസ്റ്റ് ഹമ്മാണ് ചെയ്തത്. ലാ 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 ഈ സ്റ്റൈലിലാണ് ഒറിജിനൽ ട്രാക്കിലുള്ളത്. അപ്പൊ ആ ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യാമായിരുന്നു തോന്നി. പിന്നെ ഫസ്റ്റ് പല്ലവിയിലെ ആടൈക്കൂടെ ഭാരമാകും, ആ ഭാരമാകും ചെറിയൊരു പിച്ചൗട്ടുണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് വരുന്ന ഒരു കാലത്തിൽ ഇത് ഒരു നിലാകാലം, ആ കാലം ചെറിയൊരു പിച്ചൗട്ട് തോന്നി. ബാക്കി എല്ലാം കൊണ്ടും തന്നെ മോള് മാക്സിമം എഫേർട്ട് കൊടുത്ത് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ എ കൺസിസ്റ്റന്റ് പെർഫോമൻസ് അലീന. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു. അലീന കുട്ടി, അനുവേട്ടൻ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് അലീന എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പാട്ടിനെ ഒരു 75% അല്ലെങ്കിൽ ഒരു 80% മോൾ എപ്പോഴും വളരെ ഭംഗിയായിട്ട് തന്നെ പാടാൻ ശ്രമിക്കാറുണ്ട്. ഈ പാട്ട് ഒരുപാട് കേട്ട് പരിചയമില്ലെങ്കിലും ഇത് ഒരു നീല ആ വരി എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, പല്ലവിയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊരു സ്റ്റേജിൽ ഇത്ര ഭംഗിയായിട്ട് മോള് നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാരും എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. അധികം ആരും യൂസ് ചെയ്യാത്തൊരു പാട്ടാണ്, എന്നാലും അവർ നമുക്ക് വേണ്ടി പഠിച്ചു. മോള് ഭയങ്കര ടൈമിംഗ് ഉള്ളൊരു കുട്ടിയാണ്. കാരണം ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ച് ആ ലാസ്റ്റ് ചരണം അവസാനിക്കുന്നിടത്ത് ഇത് ഒരു അത് അവിടെ കറക്റ്റ് നമുക്കൊന്ന് സംശയം വരും. അവിടെ ഇച്ചിരി മാറിപ്പോയി കഴിഞ്ഞാൽ അവർക്കും പ്രശ്നവും. ടൈമിങ് തന്നായിരുന്നു. ആ എന്തിനാ പറയാൻ പോയത്? തന്നെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ പോരായിരുന്നോ? തരാനുള്ള മാർക്ക് പോയി. പോട്ടെ. പിന്നെ മൊത്തത്തിൽ നമുക്ക് ആ പാട്ടിന് കൊടുക്കേണ്ട ആ ഫീല് എന്നുള്ള സംഭവം കേൾക്കുമ്പോൾ ജാനകിയമ്മ ആയിരിക്കും. കാരണം ജാനകിയമ്മയ്ക്കാണ് കൂടുതൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ, പ്രത്യേകിച്ച് തമിഴിൽ പാട്ടൊക്കെ പൊന്മേനി, പിന്നെ അങ്ങനെ ഒത്തിരി പാട്ടുകള്. ആ ഫീലൊക്കെ കറക്റ്റ് ആയിരുന്നു. ഇതൊക്കെ ആരാ പഠിപ്പിച്ചെന്നത്? എന്റെ സാറ്. ഓ, മറ്റേ സെറ്റ് മുണ്ട് കൊടുക്കണോന്ന് പറഞ്ഞ സാറ് അല്ലേ? ഒരു വട്ടം കൂടിന് അല്ലേ? സാറിന്റെ പേരെന്താ? അരുൺ. അരുൺ സാറിന് ഞങ്ങളൊരു നമസ്കാരം. ഇപ്പോൾ വെരി ഗുഡ് കേട്ടാ. അലീന അസലായിട്ട് പാടി കേട്ടോ, നന്നായിട്ട് പാടി. ഇത് അലീന പോലൊരു സിംഗർ ഇത്തരം പാട്ടുകള് എനിക്ക് തോന്നുന്നു അധികം പാടിയിട്ടില്ല ഈ മത്സരത്തില്. അത് മാത്രമല്ല അലീനയുടെ തുടക്കത്തില് എക്സ്പ്രഷൻസ് കുറവായിരുന്നു. പാട്ട് സ്റ്റഡി ആയിട്ട് പാടിയിരുന്നു, പെർഫെക്റ്റ് ആയിട്ട് പാടിയിരുന്നു. എക്സ്പ്രഷൻസും
അലീനയുടെ ഇൻവോൾവ്മെന്റ് കുറവായിരുന്നു. പക്ഷെ അത് ഗ്രാജുവലായിട്ട് ഇംപ്രൂവ് ചെയ്ത് അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥയിൽ മോളെത്തി കേട്ടോ. അത് നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഇത്തരം ഒരു പാട്ടില് മോള് ഇപ്പൊ മൂവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, പക്ഷെ അതിന്റെ ഒരു എക്സ്പ്രഷൻസും അതിന്റെ മോഡുലേഷൻസും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് മോള് എടുക്കാൻ ശ്രമിച്ചു കേട്ടോ. പിന്നെ അനൂപ് പറഞ്ഞല്ലോ ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ, അത് ഒഴിവാക്കി നിർത്തിയാൽ ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അനൂപിനും നല്ലൊരു അഭിനന്ദനം. കാരണം അത്തരം സാധനം പെട്ടെന്ന് ലൈവായിട്ട് പാടുക എന്നുള്ള അത്ര എളുപ്പമല്ല. അതും ബിൻഹയുടെ ഒക്ടേവ് സിംഗിങ്ങും ഈ പെർഫോമൻസിനെ കോംപ്ലിമെന്റ് ചെയ്യും കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു വിജയേട്ടാ. അലീന കുട്ടി, ഇനി നമുക്ക് ഈ പെർഫോമൻസിന്റെ മാർക്സ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അനൂപേട്ട ഓൺ 30. മോളെ 27.75 out of 30. And On 4. out of 4, 3.75 for style, attitude and performance. താങ്ക് യു അനൂപേട്ട. റിം ചേച്ചി, ഇതൊരു മെലഡി അല്ല, പക്ഷെ ഈ പാട്ട് എങ്ങനെയാണോ പാടേണ്ടത്, ഭയങ്കര എനർജി കൊടുത്ത് ആ പാട്ടിന്റെ ഫീൽ കൊടുത്ത് പാടിയതിന് 28. താങ്ക് യു ചേച്ചി. ആൻഡ് ഓൺ 3. On 3, 2.75. താങ്ക് യു ചേച്ചി. താങ്ക് യു റിം ചേച്ചി. വിജയേട്ടാ 27.5 on 30. എക്സ്പ്രഷന് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ല എക്സ്പ്രസീവ് ആയിട്ട് പാടി, അതുകൊണ്ട് 2.75 on 30. താങ്ക് യു വിജയേട്ടാ. അലീന കുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 92.5 on 100. അലീന, ശരിക്കും ജഡ്ജസ് പറഞ്ഞ പോലെ ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് ആണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി കീപ്പ്